അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ് മൊത്തം ഉണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല. എപ്പോ അള്ളാന്നായിരിക്കും അവരുടെ ഡയലോഗ്. ഇത് പണ്ടേ അവരുടെ ഉപ്പാപ്പ പറഞ്ഞതാണ്. ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, സുജൂദ് അള്ളാഹുവിന് മാത്രം. ഫസ്ജുദ് ലഹു, ആദ്യം നബിക്ക് സുജൂദ് ചെയ്യും. നോ സുജൂദ് നിനക്ക് മാത്രം. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. ശരിക്കും പറഞ്ഞാല് തവസ്സുലും ഇസ്തിഗാസയും ഇതൊക്കെ പറഞ്ഞാല് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവ്. ഒരു ഡോക്ടറെ അടുത്ത് ഒരു രോഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മുജാഹിദുകാരുടെ ഭാഷയിൽ അത് ശിർക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ ഇബ്നു അബ്ബാസേ അല്ലാഹുവോട് ചോദിക്കണം. ഇന്ന് ഖൗമെങ്ങാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്താ തിരിച്ചു പറയാ? നബിയേ, ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ലേ, വെള്ളം ചോദിക്കാൻ പാടില്ലേ, നിങ്ങൾ വാപ്പാരോടൊന്നും ചോദിക്കലില്ലേ, ഉമ്മാരോടൊന്നും ചോദിക്കലില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്.